ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പകരമായി ശിക്ഷിച്ചു. പാപത്തിൻ്റെ ശമ്പളമായ മരണം പുത്രൻ തമ്പുരാൻ ഏറ്റുവാങ്ങി നമ്മുടെ എവരുടെയും ശിക്ഷ യേശു ഏറ്റുവാങ്ങി. ക്രൂരമായൊരു മരണം, നീചമായ മൃഗീയമായൊരു മരണമാണ് യേശുവിനെ ലഭിച്ചത്. യേശുവിനെ അറിയാമായിരുന്നു ഈ ഭൂമിയിലേക്ക് വരുന്നത് യാഗമാകുവാനാണ്, ഈ ഭൂമിയിലേക്ക് വരുന്നത് മരിക്കുവാനാണ്. മനസ്സോടെയാണ് നമ്മുടെ കർത്താവ് വന്നത്. ദൈവം ഏഴകളായ നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും നീതീകരിക്കുകയായിരുന്നു, വിശുദ്ധീകരിക്കുകയായിരുന്നു. തൻ്റെ പുത്രന്റെ ക്രൂശുമരണത്തിൽ നമ്മെ ശിക്ഷിക്കേണ്ടതിന് പകരം പുത്രൻ തമ്പുരാനായ യേശുവിനെ ശിക്ഷിച്ച് നമ്മെ നീതീകരിക്കുകയായിരുന്നു, നമ്മെ വിശുദ്ധീകരിക്കുകയായിരുന്നു, തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് എൻ്റെ യേശു ഏറ്റുവാങ്ങിയത്. യേശുവെ, ഞാനത് വിശ്വസിക്കുന്നു. അവിടുന്ന് പാപമില്ലാത്ത പരിശുദ്ധനാണ്. എന്നിട്ടും അവിടുന്ന് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി, എനിക്ക് പകരമായി ക്രൂശിൽ മരിച്ചല്ലോ. എന്നെ രക്ഷിപ്പാൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റല്ലോ. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം തിരഞ്ഞെടുത്തവരെ ഇനി ആര് കുറ്റം ചുമത്തും? നോ, നിങ്ങളെ ഇനി കുറ്റം ചുമത്താൻ ശത്രുവിന് കഴിയുകയില്ല. കുറ്റം മുഴുവൻ പിതാവ് തൻ്റെ പുത്രന്റെ മേൽ ചുമത്തിയതാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. പിതാവായ ദൈവം നമ്മുടെ കുറ്റം മുഴുവനും പുത്രന്റെ മേൽ ചുമത്തി. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, യേശുവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളെ കുറ്റം ചുമത്താൻ ആർക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല, ശിക്ഷ വിധിക്കാൻ കഴിയില്ല. ശിക്ഷാവിധി കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കാമോ? വചനമാണ്, സത്യമാണ്. ദൈവം തെരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? സ്വർഗീയ കോടതിയുടെ ഉത്തരവ്, നീതിന്യായ കോടതി യേശുവിനെ വിധിച്ചിരിക്കുന്നു, ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നു. ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന നിന്റെ അനേകമായ ലംഘനങ്ങളെ ദൈവം മോചിച്ചിരിക്കുക. ഇന്ന് പകൽ നീ വിശ്വസിച്ചാൽ, ഇന്ന് ഈ നിമിഷം വരെ നിന്റെ ജീവിതത്തിൽ വന്നത്, അറിഞ്ഞുകൂടാതെയോ വന്നത്, ദൈവം ക്ഷമിക്കുന്ന പകലാണ്. ദൈവം നിന്നെ ശുദ്ധീകരിക്കുന്ന പകലാണ്, നീതീകരിക്കുന്ന പകലാണ്. വിശ്വസിക്കുക, ദൈവം നിന്നെ സ്വതന്ത്രമാക്കുന്ന പകലാണ്. സഹോദരങ്ങളെ, ദൈവമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ സുരക്ഷിതരാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നീതിമാന്മാരാണ്. ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ, വചനം പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങളെ ഇനി തടവറയിലാക്കാൻ ആർക്കും കഴിയില്ല കേട്ടോ. കെട്ടിയിടാൻ കഴിയില്ല.
പുത്രൻ തമ്പുരാൻ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകുകയാ. ഏറ്റെടുത്താൽ മതി, വിശ്വസിച്ചാൽ മതി. ഒരു സ്വാതന്ത്ര്യം, സാക്ഷാൽ സ്വാതന്ത്ര്യം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.